പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സാബത്ത് ദിനത്തിൽ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ ബലിയർപ്പണത്തിൻ്റെ ഒക്കെ അഭിഷേകങ്ങൾ കർത്താവെ പരിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയാൽ ഇന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനാ മേഖലകളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് കേട്ടോ. ഇന്നലെ നമ്മളുടെ മഡോണ കാച്ചേരി നഗറിലെ ശുശ്രൂഷകൾ ആരംഭിച്ചു. നല്ല തീക്ഷ്ണതയുള്ള ജനമാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ കുമ്പസാരത്തിനൊക്കെയായിട്ട് ഒരുക്കമാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം. അതുപോലെ അടുത്ത ഞായറാഴ്ച തുടങ്ങി താഴേക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച്, നമ്മുടെ തൃശ്ശൂർ രൂപതയിലെ പാലയൂർ പള്ളി പോലെ ഇരിഞ്ഞാലക്കുട രൂപതയിലെ താഴേക്കാട് പള്ളിയാണ്. അവിടെ വരുന്ന ഞായറാഴ്ച തുടങ്ങണം. അപ്പോൾ അതിനൊരുക്കമായിട്ട് ഈ ദിവസങ്ങളിൽ നിന്ന് അച്ഛൻ ബലിയർപ്പിച്ച് എടുത്ത് കുർബാനകളൊക്കെ അർപ്പിച്ച് ദൈവജനക്ക് ഒരുക്കി വാർഷിക ധ്യാനത്തിനായിട്ട് ഒരുക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 40:11. നമ്മുടെ വചനം വെളിപ്പെടുത്താണ്. ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു. ഇനി ആ ഇടയൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. കുട്ടികളെ അതായത് നമുക്ക് അതെങ്ങനെ വ്യാഖ്യാനിക്കാം? അതായത് ആത്മീയ ജീവിതത്തിൽ പൈതങ്ങളായിട്ട് പതുക്കെ ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നു വീഴുന്നു, സ്റ്റെപ്പ് വയ്ക്കുന്നു വീഴുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കാറില്ലേ, ദൈവം എനിക്ക് പറ്റുന്നില്ലല്ലോ, എനിക്ക് ആത്മീയ ജീവിതം നയിക്കാൻ പറ്റുന്നില്ലല്ലോ. കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കും. ഒരുവിധം കൃപയിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ നമ്മുടെ അൽഫോൺസമ്മയുടെയും ഏപ്രസയുടെയൊക്കെ കൃപയിലായി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് പതുക്കെ നടക്കാനായിട്ട് നമ്മെ പരിശീലിപ്പിക്കും. നമ്മളിലൊക്കെ കഴിക്കുന്ന പറയുന്നത് LKG പോലും ആയിട്ടില്ല, ഈ ഒറ്റടി വെച്ച് നടക്കില്ല. 1.5 വയസ്സായ കുട്ടികളൊക്കെ ഇതിന് വീഴാൻ പോയില്ലേ, അപ്പോൾ ചേർത്ത് പിടിക്കില്ലേ അമ്മ? അതുപോലെ കർത്താവ് നമ്മെ. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നു, താളപ്പിഴവുകൾ ഉണ്ടാകുന്നു, കൂടെ വീണു പോകുന്നു. നമ്മൾ നിരാശപ്പെടരുത്. നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ എന്ന പോലെ കരങ്ങൾ ചേർത്ത് മാറോടണച്ച് സ്നേഹിക്കുന്ന യേശുവാണ് നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് നമുക്ക് അവിടെ നിരാശയ്ക്ക് പ്രതീക്ഷ അസ്തമിക്കാനായിട്ടൊന്നും ഒരു കാരണവുമില്ല. അവിടെ നിരാശയ്ക്ക് കാരണമില്ല, പ്രതീക്ഷ നഷ്ടപ്പെടാൻ കാരണമില്ല. കാരണം കർത്താവ് അതുപോലെ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ദൈവത്തെ കിട്ടിയതല്ലേ പ്രിയ സഹോദരങ്ങളെ, ശരിക്കും സ്വർഗം നമ്മളോട് കാണിച്ച ഔദാര്യം. അപ്പോൾ പിതാവ് നമുക്ക് പിതാവായ ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് യേശു ക്രിസ്തു. കാരണം നമുക്ക് എന്ത് വീഴ്ച വന്നാലും യേശുവേ തെറ്റുപറ്റിപ്പോയി ഈശോയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. ഈ യേശുവിനെ അനുഭവിക്കാൻ, കാരണം യേശുവിലൂടെ മാത്രമാണ് പിതാവിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. യേശുവിലൂടെ അല്ലാതെ പിതാവിനെ കാണുക അസാധ്യമാണെന്നല്ല, എന്നിലൂടെ അല്ലാതെ. കാരണം യേശുവും പിതാവും ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് യേശുവിനെ നമുക്ക് അനുഭവിക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കുന്നതാകും. ഈ യേശുവിൻ്റെ സ്നേഹം നമ്മെ അനുഭവത്തിലേക്ക്, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആരംഭം എടുക്കുന്നത് യേശുവിൻ്റെ സ്നേഹത്തിനായിട്ടുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥന, യേശുവെ അങ്ങയുടെ സ്നേഹം അനുഭവിക്കാനായിട്ടുള്ളൊരു ദാഹം ഞങ്ങളിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ കാച്ചേരി മഡോണ നഗർ ഇടവയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് ഒരു ജപമാല ചൊല്ലി കാഴ്ചവെച്ചേക്കണം കേട്ടോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.